യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വെടിനിർത്തൽ നീക്കങ്ങൾ എല്ലാം പരാജയപ്പെട്ടു. അതിന് പിന്നാലെ തന്നെ അതിന്റെ കാരണങ്ങൾ ചികയുകയാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരടക്കം. മാത്രമല്ല, പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷാവസ്ഥ രൂക്ഷമാവുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിൽ പ്രഖ്യാപിക്കപ്പെട്ട വിവിധ വെടിനിർത്തൽ കരാറുകൾക്കിടയിൽ പോലും പശ്ചിമേഷ്യയിൽ ആക്രമണവും സൈനിക ഏറ്റുമുട്ടലും തുടരുന്നതായി തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കപ്പെടാനുള്ള ശ്രമങ്ങൾ തുടരുന്നുണ്ടെങ്കിൽ പോലും യുദ്ധഭൂമിയിലെ യാഥാർത്ഥ്യം അത്ര പ്രതീക്ഷ നൽകുന്നതല്ല എന്ന വിലയിരുത്തലാണ് പുറത്തുവരുന്നത്. മാത്രമല്ല, കരാറുകൾക്ക് വലിയ വെല്ലുവിളിയാണ് ഇവിടെ നേരിടേണ്ടി വരുന്നത്. സായുധ സംഘടനയായ ചില കരാർ വ്യവസ്ഥകൾ തള്ളിക്കളഞ്ഞതോടെ സ്ഥിതി കൂടുതൽ സങ്കീർണമായി. ഇതിന് പിന്നാലെ തന്നെ അതിർത്തി മേഖലകളിൽ വീണ്ടും ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടുകയും മാത്രമല്ല, ഈ ഒരു മേഖല സ്ഥിതിഗതികൾ സസൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയുമാണ്. കാരണങ്ങൾ വ്യത്യസ്ത സാധ്യതകൾ ഇവിടെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. അതേസമയം ഗാസയിലെ വെടിനിർത്തലിന് പിന്നിൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നതും ഒരു ചോദ്യമാവുകയാണ്. 2025 ഒക്ടോബർ 10 ഇസ്രായേലും ഹമാസും തമ്മിൽ അവിടെ അമേരിക്ക മധ്യസ്ഥ വഹിച്ച വെടിനിർത്തൽ പ്രധാന യുദ്ധം അവസാനിപ്പിക്കുകയും എല്ലാ പോരാട്ടങ്ങളും നിർത്തിവെക്കുകയും ചെയ്തിരിക്കുകയാണ്. ഗാസയിൽ അവിടെ ശേഷിക്കുന്ന എല്ലാ ബന്ധുക്കളെയും ഹമാസ് മോചിപ്പിക്കുക, ഇസ്രായേൽ പാലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുക, ഇസ്രായേലിന്റെ ഘട്ടം ഘട്ടമായുള്ള പിൻവാങ്ങൽ സഹായം വർദ്ധിപ്പിക്കുക, ഈജിപ്തിലേക്കുള്ള ഒരു ക്രോസിംഗ് തുറക്കുക എന്നിവയായിരുന്നു വെടിനിർത്തൽ കരാറിൽ ഉൾപ്പെട്ടിരുന്നത്. ഹമാസിന്റെ നിരായുധീകരണം, ഗ്രൂപ്പിന്റെ പങ്കാളിത്തമില്ലാതെ തന്നെ ഗാസയിൽ പുതിയ സർക്കാർ, ഗാസയുടെ പുനർനിർമ്മാണം, ഇസ്രായേൽ സൈന്യത്തെ പൂർണ്ണമായും പിൻവലിക്കൽ എന്നിവ സംബന്ധിച്ച കരാറുകൾ ഉൾപ്പെടുന്നതായിരുന്നു ട്രംപിന്റെ ഈ വെടിനിർത്തൽ പദ്ധതി. എന്നിരുന്നാൽ പോലും എല്ലാ ബന്ധുക്കളെയും വിട്ടയച്ചെങ്കിൽ പോലും ഇസ്രായേൽ എത്രമാത്രം സഹായം അവിടെ അനുഭവിച്ചു എന്നതിനെ കുറിച്ച് വലിയ രീതിയിലുള്ള പ്രസ്താവനകൾ പുറത്തു വന്നിരുന്നു. നിരായുധീകരണത്തിന് ഹമാസ് സമ്മതിച്ചിട്ടില്ല, കാര്യമായ പുനർനിർമ്മാണം ആരംഭിച്ചിട്ടില്ല. ഗാസയിൽ തങ്ങളുടെ നിയന്ത്രണങ്ങളിലുള്ള പ്രദേശം അവിടെ വികസിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് ഇസ്രായേൽ പറയുകയും ഗാസയിൽ ഇസ്രായേലി വ്യോമാക്രമണങ്ങൾ തുടരുകയുമാണ് ചെയ്തത്. മാത്രമല്ല, 9 പേരുൾപ്പെടെ തന്നെ വെടിനിർത്തൽ കരാറിന് ശേഷം 900-ലധികം പാലസ്തീനികൾ കൊല്ലപ്പെടുകയും ഗാസയിൽ പാലസ്തീൻ തീവ്രവാദികളുടെ ഇടയ്ക്കിടെയുള്ള ആക്രമണങ്ങളിൽ 4 ഇസ്രായേലി സൈനികർ കൊല്ലപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, ഗാസ വിഷയത്തിൽ മാത്രമല്ല ലെബനനിൽ ഇപ്പോഴും യുദ്ധം നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യം പോലും ഈ ഒരു ഡൊണാൾഡ് ട്രംപിന്റെ വെടിനിർത്തൽ കരാറുകളെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകളിൽ സജീവമാകുന്നുണ്ട്. 2024 യുദ്ധത്തിന് ശേഷം ഇസ്രായേലും ലെബനനിലെ ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുള്ളയും അവിടെ തമ്മിലുള്ള വെടിനിർത്തൽ ഭാഗികമായി മാത്രമേ നടപ്പിലാക്കിയിട്ടുള്ളൂ. ഇരുപക്ഷവും പരസ്പരം ലംഘനങ്ങൾ ആരോപിക്കുകയും ഇറാനെതിരായ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിന് ശേഷം മാർച്ചിൽ വീണ്ടും തുറന്ന യുദ്ധം ആരംഭിക്കുകയും ഹിസ്ബുള്ള ഇസ്രായേലിലേക്ക് അവിടെ വെടിയുതിർക്കുകയും ഇസ്രായേൽ സൈന്യം തെക്കൻ ലെബനന്റെ വലിയ ഭാഗങ്ങൾ പിടിച്ചെടുക്കുകയും മറ്റ് പ്രദേശങ്ങൾ വ്യോമാക്രമണത്തിലൂടെ തന്നെ ആക്രമിക്കുകയും ചെയ്തു. ഇസ്രായേലി ലെബനൻ സർക്കാരുകളുടെ പ്രതിനിധികൾ തമ്മിലുള്ള അപൂർവമായ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഏപ്രിൽ 16 ട്രംപ് ലെബനനിൽ 10 ദിവസത്തെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. തെക്കൻ മേഖലകളിൽ തീവ്രമായ പോരാട്ടം തുടർന്നെങ്കിൽ പോലും ഇസ്രായേൽ പ്രധാനമായും ബെയ്റൂട്ടുകളിൽ ആക്രമണം നടത്തിയില്ല. ഏപ്രിൽ 16 മുതൽ ഇസ്രായേലി ആക്രമണങ്ങളിൽ 100 കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു. മാർച്ച് 2 മുതൽ മൊത്തം മരണസംഖ്യ 3500-ലധികമായി എന്ന ലെബനീസ് അധികൃതരുടെ കണക്കുകൾ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അവരുടെ ഡാറ്റ സാധാരണക്കാരെയും അവിടെ പോരാളികളെയും വേർതിരിച്ചിട്ടില്ല എന്നതും മാർച്ച് മുതൽ ഹിസ്ബുള്ള ആക്രമണങ്ങളിൽ തങ്ങളുടെ 26 സൈനികരും 4 സാധാരണക്കാരും കൊല്ലപ്പെട്ടതായി തന്നെ ഇസ്രായേൽ പറയുന്നുണ്ട്. അതേപോലെ തന്നെ അമേരിക്കയുമായും ഇസ്രായേലുമായുമുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിനും ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതിനുമുള്ള ഏതൊരു കരാറിന്റെയും ഭാഗമായി ലെബനനിൽ വെടിനിർത്തൽ ഉണ്ടാകുമെന്നും ഇറാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതേപോലെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ തെക്കൻ പ്രദേശങ്ങൾ വിട്ട് ഹിസ്ബുള്ളയിൽ പുതിയ വെടിനിർത്തൽ സേന നടപ്പാക്കാൻ ലെബനനും ഇസ്രായേലും സമ്മതിച്ചതായി തന്നെ ട്രംപാണ് പ്രഖ്യാപനം ഉന്നയിച്ചത്. ആ പദ്ധതി സംഘം നിരസിക്കുകയും പോരാട്ടം ഇപ്പോഴും വീണ്ടും തുടരുകയുമാണ് ചെയ്യുന്നത്. ഇതോടുകൂടി തന്നെ ഇവിടെ ട്രംപ് ഉന്നയിക്കുന്ന വെടിനിർത്തൽ കരാറുകളെല്ലാം തന്നെ ഒരു മോശം സ്ഥിതിയിലേക്ക് വന്ന് പതിക്കുകയും അത് പരാജയത്തിലേക്ക് കൂപ്പുകുത്തുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് സംജാതമാകുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.